ഇന്ന് നമ്മൾ കായും ഉണക്കച്ചെമ്മീനും കൂടി ചേർന്നിട്ടുള്ള നല്ല അടിപൊളി കറിയുടെ റെസിപ്പിയുമായിട്ടാണ് വന്നിരിക്കുന്നത്. വളരെ രുചികരമായിട്ടുള്ളൊരു കറിയാണിത്. അപ്പോൾ ഇതെങ്ങനെയാണ് തയ്യാറാക്കുന്നതെന്ന് നമുക്ക് നോക്കാം. ഉണക്കച്ചെമ്മീനും കായും ചേർത്തിട്ടുള്ള കറി തയ്യാറാക്കാൻ ആവശ്യമായിട്ടുള്ള വസ്തുക്കളാണിതൊക്കെ. ഇത് ഒരു കായാണ് എടുത്തിരിക്കുന്നത്. ഇതൊരു 3-4 പേർക്ക് ഈ ഒരു കായ വെച്ചിട്ട് നമുക്ക് കറി ഉണ്ടാക്കാൻ പറ്റും. അതുപോലെ ഒരു 3 പച്ചമുളക്, ഒരു കഷ്ണം ഇഞ്ചി, കുറച്ച് ഉണക്കച്ചെമ്മീനാണ്, അതുപോലെ കുറച്ച് ചെറിയ ഉള്ളി, 2 തക്കാളി. ഇത്രയാണ് നമുക്ക് ആവശ്യമായ വസ്തുക്കൾ. നമുക്ക് ആദ്യമായിട്ട് ചെമ്മീനെ ഒന്ന് വറുത്തെടുക്കേണ്ടതുണ്ട്. ഉണക്കച്ചെമ്മീൻ ഒന്ന് തലയൊക്കെ ഒന്ന് നുള്ളി വൃത്തിയാക്കിയിട്ട് നമുക്ക് ഈ ഫ്രൈ പാനിലിട്ടിട്ട് ഒന്ന് വറുത്തെടുക്കാം. ചൂടായ പാനിലേക്ക് ഉണക്കച്ചെമ്മീൻ ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇതിനെ നന്നായിട്ടൊന്ന് ഫ്രൈ ചെയ്തെടുക്കണം. ഉണക്കച്ചെമ്മീൻ ഇവിടെ ഏകദേശം റെഡി ആയിട്ടുണ്ട്. ഇനി ഇതിനെ നമുക്ക് ഒന്ന് കഴുകി വൃത്തിയാക്കി എടുക്കണം. ഞാൻ ആദ്യം തന്നെ ഉണക്കച്ചെമ്മീൻ കഴുകി എടുത്തിട്ടില്ല. ഇതൊന്ന് വറുത്തതിന് ശേഷമാണ് കഴുകുന്നത്. ഇതിൻ്റെ തലയൊക്കെ ഒന്ന് നുള്ളി മാറ്റിയിട്ടുണ്ട് എന്ന് മാത്രം. ഇനി ഇത് നമുക്ക് വേറൊരു പാത്രത്തിലേക്ക് മാറ്റിയിട്ട് ഇതൊന്ന് കഴുകി വൃത്തിയാക്കി എടുക്കാം. ഇനി നമുക്ക് കറി തയ്യാറാക്കാൻ വേണ്ടിയിട്ട് ഒരു മൺചട്ടി അടുപ്പത്തേക്ക് വെച്ച് കൊടുക്കാം. ചട്ടി ഒന്ന് ചൂടായി വരുന്ന സമയത്ത് നമുക്കിതിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ ചേർത്ത് കൊടുക്കാം. എന്നിട്ട് ആദ്യം ഇതിൽ ഇഞ്ചി, അതുപോലെ തന്നെ ചെറിയ ഉള്ളി ചെറുതായി അരിഞ്ഞത്, ഇതെല്ലാം ചേർത്തിട്ട് ഒന്ന് വഴറ്റിയെടുക്കണം. ചൂടായ എണ്ണയിലേക്ക് ഇഞ്ചി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അടുത്തതായിട്ട് നുറുക്കി വെച്ചിരിക്കുന്ന ചെറിയ ഉള്ളി ചേർത്ത് കൊടുക്കാം. അതോടൊപ്പം തന്നെ ഒരു 3 പച്ചമുളക് നടുകെ കീറിയതാണ്, അതുകൂടി ചേർത്തിട്ട് നന്നായിട്ടൊന്ന് വാട്ടിയെടുക്കാം. ഇപ്പം നമ്മുടെ ഉള്ളിയും ഇഞ്ചിയും ഒക്കെ നന്നായിട്ടൊന്ന് വാടി വന്നിട്ടുണ്ട്. ഈ സമയത്ത് നമുക്കിതിലേക്ക് ഉണക്കച്ചെമ്മീൻ ചേർത്ത് കൊടുക്കാം. നമ്മൾ വറുത്ത് കഴുകി വെച്ചിരിക്കുന്ന ഉണക്കച്ചെമ്മീനാണ്, അതുകൂടി ചേർത്തിട്ട് നന്നായിട്ടതൊന്ന് ചൂടാക്കി എടുക്കണം. ഉണക്കച്ചെമ്മീൻ കഴുകിയത് കൊണ്ട് വെള്ളത്തിൻ്റെ അംശം ഉണ്ടാവും. ആ വെള്ളത്തിൻ്റെ അംശമൊക്കെ ഒന്ന് പോകുന്നത് വരെ നന്നായിട്ടതൊന്ന് ഇളക്കി കൊടുക്കാം. ഒപ്പം കുറച്ച് കറിവേപ്പില കൂടി നമുക്ക് ചേർത്ത് കൊടുക്കാം. ഇനി അടുത്തതായിട്ട് അരിഞ്ഞു വെച്ചിരിക്കുന്ന തക്കാളി ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട്. 2 തക്കാളിയാണ്. ഈ തക്കാളിക്ക് പകരമായിട്ട് നമുക്ക് വേണമെങ്കിൽ കുടംപുളി വേണമെങ്കിൽ ഉപയോഗിക്കാവുന്നതാണ് കേട്ടോ. തക്കാളിയെ നമുക്ക് നന്നായിട്ട് ഒന്ന് വാട്ടിയെടുക്കണം. ഈ സമയത്ത് നമുക്കിതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കാം. അതിനുശേഷം ഈ തക്കാളിയെ നന്നായിട്ടൊന്ന് വാടി വരുന്നത് വരെ ഇളക്കി കൊടുക്കാം. ഇനി ഇതിലേക്ക് നമ്മളൊരു 1/2 ടീസ്പൂണോളം മുളക് പൊടിയും അതോടൊപ്പം തന്നെ ഒരു 1/4 ടീസ്പൂണോളം മഞ്ഞൾപ്പൊടിയും ചേർത്ത് കൊടുക്കുന്നുണ്ട്. അതിനെയും കൂടെ നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം. അതിനുശേഷം നമുക്കിതിലേക്ക് കായ ചേർത്ത് കൊടുക്കാം. അരിഞ്ഞു വെച്ചിരിക്കുന്ന കായ മഞ്ഞൾപ്പൊടിയിൽ ഇട്ട് വെച്ചിരുന്നതാണ്, അത് ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇതുകൂടി ഒന്ന് നന്നായിട്ട് ഇളക്കി യോജിപ്പിക്കാം. ഇനി ഇതിലേക്ക് പാകത്തിനുള്ള ചൂടുവെള്ളമാണ് നമ്മൾ ചേർത്ത് കൊടുക്കുന്നത്. പച്ചവെള്ളം ഒഴിക്കരുത്. ഇതിലേക്ക് ചൂടുവെള്ളം ഒഴിച്ചിട്ട് ഈ കായയെ ഒന്ന് വേവിച്ചെടുക്കണം. ഇതിലേക്ക് ആവശ്യത്തിനുള്ള ചൂടുവെള്ളം ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഏകദേശം ഇതൊന്ന് മൂടിക്കെടുക്കാൻ ആവശ്യമായിട്ടുള്ള ചൂടുവെള്ളം മതിയാവും. ഇത് കായ വെന്ത് കിട്ടാൻ ആവശ്യമായിട്ടുള്ള ചൂടുവെള്ളം മാത്രമാണ്. നമുക്കിതിലേക്ക് അരപ്പ് തയ്യാറാക്കി ഒഴിക്കേണ്ടതുണ്ട്. അതുകൊണ്ട് ഇത്രയും അളവിലുള്ള വെള്ളം മതിയാവും. ഇനി ഇതൊന്ന് മൂടി വെച്ചിട്ട് നമുക്ക് നന്നായി വേവിച്ചെടുക്കാം. മൂടി വെച്ച് വേവിക്കുന്നുണ്ട്. ഇടയ്ക്കൊന്ന് മൂടി തുറന്ന് ഇളക്കി കൊടുക്കണം. അത് മറക്കരുത്, അടിയിൽ പിടിച്ച് പോകരുത്. നമ്മുടെ കറി ഇവിടെ നന്നായിട്ട് തിളച്ച് വരുന്നുണ്ട്. ഈ സമയം കൊണ്ട് നമുക്കിതിലേക്ക് ആവശ്യമായ അരപ്പ് തയ്യാറാക്കാം. അതിന് വേണ്ടിയിട്ട് ഒരു മിക്സിയുടെ ജാറിലേക്ക് കുറച്ച് നാളികേരം എടുത്തിട്ടുണ്ട്. അതിലേക്ക് ഒരു 3-4 അല്ലി ചെറിയ ഉള്ളിയാണ് ചേർത്ത് കൊടുക്കുന്നത്. അതോടൊപ്പം തന്നെ ഒരു 3 പച്ചമുളക് ചേർക്കുന്നുണ്ട്. ഒരു 1/2 ടീസ്പൂണോളം മുളക് പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. അതുപോലെ തന്നെ ഒരല്പം മഞ്ഞൾപ്പൊടിയും ഒരു 1/2 ടീസ്പൂണോളം തന്നെ മല്ലിപ്പൊടിയും ചേർക്കുന്നുണ്ട്. 1/2 ടീസ്പൂൺ മല്ലിപ്പൊടിയും ചേർത്തിട്ടുണ്ട്. ഇനി ഇതൊന്ന് നമുക്ക് നന്നായിട്ട് അരച്ചെടുക്കാം. നമ്മുടെ കായൊക്കെ നന്നായി വെന്ത് വന്നിട്ടുണ്ട്. ഈ സമയത്ത് നമുക്കിതിലേക്ക് അരപ്പ് ചേർത്ത് കൊടുക്കാം. അരച്ച് വെച്ചിരിക്കുന്ന അരപ്പ് നമുക്കിതിലേക്ക് ചേർത്ത് നന്നായിട്ട് ഇളക്കി യോജിപ്പിച്ച് കൊടുക്കാം. ഇതിൽ കുറച്ചുകൂടി വെള്ളത്തിൻ്റെ ആവശ്യമുണ്ട്. അപ്പോൾ നമുക്ക് ഈ മിക്സിയുടെ ജാറിലേക്ക് തന്നെ ഒരല്പം കൂടി വെള്ളം ചേർത്തിട്ട് അതുകൂടി ചേർത്ത് ഇതിലേക്ക് ഒഴിക്കാം. ചൂടുവെള്ളം ചേർക്കുന്നതാണ് ഏറ്റവും നല്ലത്. അതുകൂടി ചേർത്ത് നമുക്കിതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. മിക്സിയുടെ ജാറിലേക്ക് ചൂടുവെള്ളം ഒഴിച്ചിട്ട് അതും കൂടി ഇതിലേക്ക് ഒഴിച്ചിട്ട് നമുക്ക് നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിച്ച് കൊടുക്കാം. നമ്മുടെ അടിപൊളി ടേസ്റ്റിലുള്ള കായും ഉണക്കച്ചെമ്മീനും കറി ഇവിടെ തയ്യാറാവും കേട്ടോ. അപ്പോൾ വളരെ പെട്ടെന്ന് തയ്യാറാക്കാൻ നല്ല ടേസ്റ്റിയാണ്. സാധാരണ നമുക്ക് മീനൊന്നും കിട്ടാത്ത അവസരത്തിൽ ഇങ്ങനെ ഒരു കറി വെച്ചിട്ടുണ്ടെങ്കിൽ വേറെ മീൻ കറിയുടെ ഒരു ആവശ്യമില്ല. കാരണം അത്രയും രുചിയുള്ളൊരു കറിയാണിത്. ഈ കായയ്ക്ക് പകരം നമ്മൾ ചുരക്ക, അതുപോലെ വെള്ളരിക്ക ഒക്കെ ഉപയോഗിക്കും കേട്ടോ ഇങ്ങനെ കറി വെക്കാൻ വേണ്ടിയിട്ട്. ഒരു പ്രാവശ്യം നിങ്ങൾ ഇങ്ങനെ ഒന്ന് കറി വെച്ച് നോക്കണം. അത്രയും രുചിയുള്ളൊരു കറിയായിരിക്കും ഇത്.
ഇനി ഇതിൽ ഉപ്പൊക്കെ ഒന്ന് നമുക്ക് നോക്കാം. ഒരല്പം ഉപ്പിൻ്റെ കുറവുണ്ട്. ഒരല്പം ഉപ്പ് കൂടി നമുക്ക് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. ഒരല്പം ഉപ്പ് കൂടി ഞാനിതിലേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി ഇത് നന്നായിട്ട് ഇളക്കി കൊടുത്തുകൊണ്ട് നമുക്കിത് ഒരല്പം പച്ച വെളിച്ചെണ്ണ ഇതിൻ്റെ മുകളിലേക്ക് ഒഴിച്ചു കൊടുക്കാം. നമുക്ക് സാധാരണ എപ്പോഴും മീൻകറിയിലൊക്കെ നമ്മൾ ഉള്ളി താളിച്ച് ചേർക്കാറുണ്ടല്ലോ. നമ്മൾ ആദ്യം തന്നെ ഉള്ളി താളിച്ചത് കൊണ്ട് ഇനി ഇതിലേക്ക് പ്രത്യേകിച്ച് വേറെ ഉള്ളി താളിക്കേണ്ട ആവശ്യമില്ല. ഇനി നമുക്ക് ഗ്യാസ് ഓഫ് ചെയ്ത് ഇതിൻ്റെ മുകളിലേക്ക് കുറച്ച് പച്ച വെളിച്ചെണ്ണയും അതുപോലെ തന്നെ കുറച്ച് വേപ്പിലയും ഇട്ട് കൊടുത്തിട്ട് നമുക്കിതൊന്ന് മൂടി വയ്ക്കാവുന്നതാണ്. അപ്പോൾ വളരെ എളുപ്പത്തിൽ തന്നെ തയ്യാറാക്കാൻ പറ്റുന്ന ഒരു കറിയാണിത്. എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണം. നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ കമൻ്റായിട്ട് രേഖപ്പെടുത്താൻ മറക്കരുത്. അപ്പോൾ ഇതുപോലുള്ള ഈസി റെസിപ്പികളുമായിട്ട് അപ്പോൾ നമുക്ക് അടുത്ത ദിവസം വീണ്ടും കാണാം. അതുവരേക്കും ബൈ ബൈ.